നമ്മുടെ അലുവക്കച്ചവടക്കാരൻ അന്തൃക്ക വെറും ബാവ. അതുകൊണ്ട് തന്നെ എന്നും മാറെങ്കിലും അന്തൃക്കയെ പറ്റി. മര്യാദക്ക് ഈ സത്യം പറഞ്ഞോ. ഈ പല സാധനങ്ങളും ഇവിടെ എടുത്തോണ്ടോയിണ്ട്. അതേപോലെ അല്ലത് ഈ ലഡ്ഡു എടുത്തണ്ട ഇല്ലല്ലോ. എന്നാ കുഴപ്പമില്ല. കാരണം ഞാൻ ഈ എലീനെ പിടിക്കാൻ വേണ്ടിട്ട് എലിവേഷം പറ്റി വെച്ചിട്ടുണ്ട് ആ ലഡ്ഡു. അതുകൊണ്ടാ പറഞ്ഞത്. എലീനെ മാത്രല്ലടാ, അന്നെ പോലുള്ള പെരിച്ചാഴികൾ വരെ പിടിക്കാനുള്ള കഴിവൊക്കെണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലേ? നമുക്കേ വെജാലുകള് ഇനി പിടക്കാണ്ട് മുട്ടുകാരി ഞാൻ തല്ലി പൊറിക്കും. നമുക്കേ എക്സ്ക്യൂസ് മീ, ഇക്കാക്ക് അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്നെ പെട്ടെന്ന് അങ്ങോട്ട് എനിക്ക് തോന്നി മനസ്സിലായില്ലെന്ന്. ഞാൻ കുറച്ചു നാൾ ഇവിടെ ഇല്ലായിരുന്നു, പുറത്തായിരുന്നു. അതാണ്. അതെ അതെ അതെ. അപ്പൊ വീട് കുറച്ച് വടക്കാണ്. എക്സ്ക്യൂസ് മീ, ഒരു ഫോൺ വന്നിട്ടുണ്ട് വെളിയിൽ നിന്നാണ് കേട്ടോ. ഹലോ, ഞാനിങ്ങ് വന്നിറങ്ങിയതേ ഉള്ളൂ. സംസാരിച്ചോണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ ഒന്നുമില്ല, ചെറിയൊരു കുഗ്രാമമാ. നമ്മുടെ ബിസിനസ് ഇവിടെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ. ബിസിനസ് തന്നെയാണല്ലേ? കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട വേണ്ട വേണ്ട. ഞാനൊരു കസിന്റെ വീട് വരെ വന്നാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങണമല്ലോ. കറുത്തലുവ് എന്ത് വിലയാ? അത് കറുത്തലുവല്ല, അത് വെളുത്തല് വേണം. അല്ല, എന്നിട്ട് അത് കറുത്താണല്ലോ ഇരിക്കുന്നത്. അത് ഈച്ച പൊതിഞ്ഞിരിക്കും, ആറ്റ വെളുക്കും. ഓയോ കട വെളുക്കണ. ഓ, ഈച്ച പോയി കഴിഞ്ഞ് വെളുക്കും. ഇത് കറുത്തല് വേണം. ഇതെന്ത് വിലയാ? ഇത് 160. 160. ഈ മഞ്ഞ? ഇത് 140. ഈ പച്ച മഞ്ഞൊക്കെ 140. ഈ വിലയില്ലാതെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇച്ചിരി കൂടിയ അലുവ ഇല്ലേ? എന്ത് സ്പെഷ്യൽ അലുവണ്ട് അരിയുടെ, പക്ഷെ അത് ഇത്തിരി വില കൂടുതലാണ്. 240. വിലയല്ലല്ലോ ഇക്കാ പ്രശ്നം, ഫുഡല്ലേ. അപ്പൊ എടുക്കാല്ലേ? ഇതെടുക്കും 1 കിലോ. താങ്ക് യു. അണ്ടിപ്പരിപ്പ് എന്ത് വിലയാ? അത് 360 രൂപ വരും. 360 രൂപയുള്ളൂ. അത് 1 കിലോ എടുക്ക്. ഈ ലഡു എന്ത് വിലയാ? ലഡു 80 രൂപ. 80 രൂപ അല്ലേ? അത് 1 കിലോ എടുക്കും. ആയിക്കോട്ടെ. ഈ ക്രിസ്മസ് ഉണ്ടോ? ക്രിസ്മസ് ഇല്ല, നമുക്ക് വരുന്നാളല്ലോ. ക്രിസ്മസ് അല്ല, ഉണക്കമുന്തിരി കിസ്മിസ്. ഉണക്കമുന്തിരി ഉണ്ട്. ഉണ്ടോ? പിന്നെ അത് 1 കിലോ എടുക്കും. ആയിക്കോട്ടെ. പിന്നെ എന്നതായി? നീ വേറെ എന്തെങ്കിലും? മതി. പിള്ളേർക്കല്ലേ, അത് മതി. അപ്പൊ എല്ലാം കൂടി എത്രയായി? എല്ലാം കൂടി അലുവ 1 കിലോ, ലഡു 1 കിലോ, അണ്ടിപ്പരിപ്പ് 1 കിലോ, പിന്നെ ക്രിസ്മസ് 1 കിലോ. 360 പിന്നെ 550. അപ്പൊ പാക്ക് ചെയ്യാല്ലേ? പാക്ക് ചെയ്യാൻ പറട്ടെ. ഇതെല്ലാം കൂടെ ഒരു പാത്രം എടുത്തിട്ട് അതിന്റെ അകത്ത് ഇട്ടേച്ചും ഈ കൈ കൊണ്ട് നല്ല കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ കൂടിയിട്ട് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു പുതിയൊരു ഐഡിയ ഉള്ളോ? പുതുമ തേടുന്നവരാണല്ലോ നമ്മൾ മലയാളികള്. അല്ല, ഇതൊന്നും ആരും ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നത് നല്ലോണം മിക്സ് ചെയ്തു. കൈ കൊണ്ട്, കൈ കഴുകൊന്നും വേണ്ട. നോ പ്രോബ്ലം. കാശുള്ളവർക്ക് എന്തോ എനിക്കാവുന്നത് ചെയ്തു. നല്ലോണം മിക്സ് ചെയ്തു. ഇയാണോ ആൺകുട്ടി? സാധനങ്ങൾ മേടിക്കുമ്പോ ഇങ്ങനെ വാങ്ങണം. നല്ലോണം അങ്ങ് മിക്സ് ചെയ്യും. പിന്നെ ഇതൊക്കെ ഇതിനേക്കാളും കൂടുതൽ പോയിക്കാന്നേ. ഒറ്റ അണ്ടിപ്പരിപ്പ് മിസ്സാകരുത്. എല്ലതും ഉണ്ട്. പാക്ക് ചെയ്യാല്ലേ? വായിക്കാൻ പറ്റട്ടെ. ഇനി അതിൽ നിന്ന് ഒരു 2 രൂപയ്ക്ക് എനിക്കിതാ. എന്താ പറഞ്ഞു? ആ മിക്സ് ചെയ്തില്ലേ, അതിൽ നിന്ന് ഒരു 2 രൂപയ്ക്കിതാ. അതിൽ നിന്ന് ഒരു 2 രൂപയ്ക്ക് ഇങ്ങ് തരാൻ. 2 രൂപയ്ക്ക് എടുക്കരുത്, എന്റെ കാശില്ല. ഞാൻ തന്നെ വാങ്ങിച്ചു. നല്ല സംഭവങ്ങളാ, നല്ല വിലയുടെയൊക്കെയാ. അതെ. അല്ലപ്പോ എന്താ ചെയ്യുന്നത്? 2 രൂപയ്ക്ക് അതിൽ തന്നാ മതി. 2 രൂപയ്ക്ക് ഇത്ര വില പിടിപ്പുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് അതിനെ കൊണ്ട് കൂട്ടി കുഴപ്പിച്ചിട്ട് അതിന് 2 രൂപയ്ക്കാ. 2 രൂപയ്ക്ക് അന്നെ ഞാൻ കൊല്ലുറത് വെച്ചാലേ. ഏടാ 2 രൂപയ്ക്ക് തരാൻ തരില്ല. തരത്തില്ല നീ? തരില്ല. 2 രൂപയ്ക്ക് പോയിക്കോ. പോയിക്കൊണ്ടേ കത്തിണ്ട്. എന്നാ വേണ്ട. ഇനിയിപ്പം ഇറച്ചിക്കട. അവിടെ ആകുമ്പം കോഴി, ആടും, പോത്തും, കാളയും എല്ലാം കൂടെ നല്ല പോണം അങ്ങ് മിക്സ് ചെയ്തിട്ട് 1 രൂപയ്ക്ക് വാങ്ങിച്ചോണ്ട് ഞാൻ എന്റെ വീട്ടിൽ